ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പെരുന്നാൾ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് കാസർഗോഡിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സൊറോട്ട റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇതിനു വേണ്ടി ഞാനിവിടെ 1/2 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ബൗളിലേക്ക് 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ വേണ്ടത് ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. ഒന്ന് മെൽറ്റാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് പുട്ടുപൊടിയൊക്കെ നനയ്ക്കുമല്ലോ, ആ രീതിയിലൊന്ന് നനച്ചെടുക്കണം. ഇതാ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവുണ്ടല്ലോ, അത്രയും വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണ്ട, അതിനേക്കാളും കുറച്ച് കട്ടിക്കാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ, കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് സോഫ്റ്റ് ആകും. കാരണം നമ്മൾ വെള്ളം അല്പം കുറച്ചിട്ടാണ് ഇത് കുഴച്ചിട്ടുള്ളത്. അല്ല എങ്കിൽ നമുക്ക് ഈ റെസിപ്പി ഹാർഡായി പോകും. ഇനി വെള്ളം കൂടിപ്പോയാലുണ്ടല്ലോ, നമ്മൾ പരത്തി വെക്കുന്ന സമയത്ത് ലെയറെല്ലാം ഒട്ടി എണ്ണയിലിടുന്ന സമയത്ത് ലെയർ വിട്ട് വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ വീഡിയോയിൽ കാണുന്ന രീതി ഉണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല, ഒരു അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളൊരു പേസ്റ്റ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി 1/2 കപ്പ് ഡാൽഡ, പിന്നെ 1/2 കപ്പ് കോൺഫ്ലോർ, ഇത് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു ക്രീമി പരുവത്തിൽ ആക്കി എടുക്കണം. അതായത് നമുക്കിത് ചപ്പാത്തിയിലേക്ക് തേച്ച് കൊടുക്കാനൊരു പാകമുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ കലക്കിയെടുക്കണം. ഇതാ വീഡിയോയിൽ കാണുന്ന രീതി ശ്രദ്ധിക്കുക. ഇത് ഈ ഒരു പരുവത്തിൽ ക്രീമി പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തിയുടെ ഡോ ഉണ്ടല്ലോ, അത് അല്പം വലിയ ഉരുള എടുത്തിട്ട് നന്നായിട്ട് തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഞാനിവിടെ വലിയ സൈസിലുള്ള ഉരുള എടുത്തിട്ടുണ്ട്. ഇനി അല്പം മൈദാപ്പൊടി വിതറിയതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം തിന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും അത്രയും തിന്നായിട്ട് പരത്തിയെടുക്കണം. ഇത് കട്ടിക്ക് പരത്തി കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്ന സമയത്ത് അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടില്ല. ദാ ഇവിടെ വട്ടത്തിൽ പരത്തിയെടുത്തു. എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് ഈ ഡാൽഡ കോൺഫ്ലോർ മിക്സ് നന്നായിട്ട് തേച്ച് കൊടുക്കണം. ഈ ഡാൽഡ മിക്സ് തേച്ച് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, അല്പം പോലും പിശുക്ക് കാണിക്കാൻ പാടില്ല. ഈ ചപ്പാത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡാൽഡ മിക്സ് എത്തണം. എന്നിട്ട് താഴെ നിന്നും നമ്മൾ പായെല്ലാം ചുരുട്ടുമല്ലോ, അതേപോലെ ചുരുട്ടിയെടുക്കണം. നല്ല ടൈറ്റായിട്ട് ചുരുട്ടിയെടുക്കണം. കുറച്ചും കൂടി ലൂസായി പോയാൽ എതിളെല്ലാം എണ്ണയിലിടുന്ന സമയത്ത് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വീഡിയോയിൽ കാണുന്ന രീതിയിൽ നന്നായിട്ട് ടൈറ്റായിട്ട് ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതാ ഇവിടെ കാണുന്നല്ലോ, ഏകദേശം 1 ഇഞ്ചോ 3/4 ഇഞ്ചോ വലിപ്പത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സൊറോട്ട അല്പം വലുത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസിൽ കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ 3/4 ഇഞ്ച് വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് മുകളിലേക്ക് വരണം. ആ രീതിയിൽ വളരെ സോഫ്റ്റായിട്ട് ഇത് പരത്തിയെടുക്കണം. ബലം കൊടുത്തിട്ട് പരത്തിയെടുക്കണ്ട, അപ്പോൾ ലെയറെല്ലാം അമർന്നിട്ട് നന്നായിട്ട് വിട്ട് വരാൻ പ്രയാസമാണ്. ഇത് മുഴുവനും നമുക്ക് ഇതേപോലെ തന്നെ പരത്തിയെടുക്കണം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ മീഡിയം തീയിലേക്ക് മാറ്റണം. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ സൊറോട്ട ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആകും. അങ്ങനെയാകുമ്പോൾ അകം ഭാഗം കുക്കാവില്ല, മുകൾ ഭാഗം ഡാർക്ക് കളറാവും. അപ്പോൾ നമുക്കിത് വെന്തിനോ ഇല്ലേ എന്ന് നമുക്ക് ഡൗട്ടാവും. അതുകൊണ്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഓയിൽ ഇടുന്ന സമയം കണ്ടല്ലോ, ഇതെല്ലാം മുകളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പോലെ ലെയറെല്ലാം വിട്ടും വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടാൻ ഞാൻ പറഞ്ഞ എല്ലാ പോയിൻറ്റും ശ്രദ്ധയോടെ കേട്ടതിന് ശേഷം മാത്രം ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കുക. ഒന്ന് മാവ് കുഴക്കുന്ന സമയത്തുണ്ടല്ലോ, വെള്ളം കൂടി പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. 2, നമ്മൾ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ടൈറ്റായിട്ടൊന്ന് ചുറ്റിയെടുക്കണം. അതേപോലെ പരത്തിയെടുക്കുന്ന സമയത്ത് അധികം ബലം കൊടുക്കാണ്ട് നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കണം. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് ഈ ഒരു കളറാവണം. ഇതിനേക്കാൾ കൂടുതൽ ഡാർക്ക് ആവണ്ട. ഈ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കണം. രണ്ടാമത്തെ ബാച്ചും ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇതും കൂടി കഴിഞ്ഞതിന് ശേഷമാണ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
ഓരോ പ്രാവശ്യം ഓയിലിൽ നിന്ന് എടുക്കുമല്ലോ, അപ്പോൾ ചൂടോട് കൂടി തന്നെ അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കിലോ മൈദയ്ക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര പൊടിക്കുമ്പോൾ 5 ഏലക്കയും കൂടി ചേർത്തിട്ട് നൈസായിട്ട് പൊടിച്ചെടുത്തു. എന്നിട്ട് ചൂടോട് കൂടി തന്നെ വിതറിക്കൊടുത്തു. രണ്ടാമത്തെ ബാച്ചും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതും ഓയിലിൽ നിന്നും വാങ്ങണം. അപ്പോൾ കൂടുതൽ കളർ ചേഞ്ച് ആവണ്ട, അങ്ങനെയാകുമ്പോൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടിപൊളി പെർഫെക്റ്റ് ആയിട്ടുള്ള സൊറോട്ട റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്തത്. ഇത് നമ്മുടെ കാസർഗോഡിൻ്റെ സ്വന്തം റെസിപ്പിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും പെരുന്നാളിന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.